സ്വർണ്ണക്കൊള്ളയിൽ നിർണായകമായ മറ്റൊരു അറസ്റ്റ് ഒരുങ്ങി അന്വേഷണ സംഘം. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം പത്മകുമാറിനെയാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ചോദ്യം ചെയ്യലിന് പിന്നാലെ പത്മകുമാറിന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം നൽകുന്ന സൂചന. സ്വർണ്ണക്കൊള്ള കേസിലെ മൂന്നാം പ്രതി എൻ വാസുവിനെ കഴിഞ്ഞ ദിവസമാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കേസിൽ മൂന്നാം പ്രതിയാണ്. ഈ സ്വർണ്ണക്കൊള്ളയുടെ ഗൂഢാലോചന നടത്തിയത് എൻ വാസു ആണ് എന്ന് അന്വേഷണ സംഘത്തിന് കൃത്യമായി മനസ്സിലായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്നാം പ്രതിയായി എൻ വാസുവിന് ചേർത്തത്. എന്നാൽ പിന്നാലെ അന്വേഷണ സംഘത്തിന് മേൽ കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടായി. CPM-ന്റെ ഉന്നത നേതാവാണ് എൻ വാസു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനാണ്. ഈ സാഹചര്യത്തിൽ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്താൽ വാസു പറയുന്ന കാര്യങ്ങൾ കൂടുതൽ CPM നേതാക്കന്മാരെ കേസിൽ കൊടുക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും എൻ വാസുവിന്റെ അറസ്റ്റ് തടയണമെന്ന് CPM കേന്ദ്രങ്ങൾ തീരുമാനിച്ചു. AK സെന്റർ പോലും ഇടപെട്ടു, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു. പക്ഷേ ഹൈക്കോടതി നിതാന്ത ജാഗ്രതയോടെ നിലയുറപ്പിക്കുന്നത് കൊണ്ട് കോടതിക്ക് മുകളിൽ പോകാൻ സർക്കാരിന് കഴിയുന്നില്ല. കോടതി വീണ്ടും അന്വേഷണ സംഘത്തോട് ചോദിച്ചു, ഇത്രയും തെളിവുണ്ടായിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യാത്തത്? 2 തവണ ദേവസ്വം കമ്മീഷണറായിരുന്ന, ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എൻ വാസുവിന്റെ കാലത്താണ് ഈ സ്വർണ്ണക്കൊള്ള നടന്നത്. എൻ വാസുവാണ് സ്വർണ്ണപ്പാളിയെ ചെമ്പുപാളിയാക്കി മാറ്റാൻ നിർദ്ദേശം നൽകിയത്. അത്തരമൊരു കുറ്റകൃത്യം നടത്തിയ ആളിനെ എന്തുകൊണ്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നില്ല? കേസിലെ 7ാം പ്രതിയായിട്ടുള്ള ഒരാളെ നിങ്ങൾ രാത്രി വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തെങ്കിൽ എന്തുകൊണ്ട് എൻ വാസുവിനെ പോലെ ഒരു ഉന്നതനെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല? പിന്നാലെ SIT-യുടെ നിർണായകമായ നീക്കമുണ്ടായി. കഴിഞ്ഞ ദിവസം വാസുവിനെ അറസ്റ്റ് ചെയ്തു, വാസുവിനെ കോടതിയിൽ ഹാജരാക്കി. അതിനു മുൻപേ ചോദ്യം ചെയ്തപ്പോഴാണ് സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാറിനടക്കം CPM-ന്റെ ഉന്നതന്മാർക്കുള്ള പങ്കിനെ കുറിച്ച് വാസു പറഞ്ഞത്. കട്ടത് താൻ മാത്രമല്ല, കട്ടതിന്റെ പങ്ക് ആർക്കെല്ലാം നൽകിയിട്ടുണ്ട്, ആർക്കെല്ലാം കിട്ടിയിട്ടുണ്ട് എന്ന് വാസു എണ്ണി പറഞ്ഞു. ആ പേരുകൾ കേട്ട് അന്വേഷണ സംഘം ഞെട്ടി. ഉന്നതന്മാർ, CPM-ലെ ഉന്നതന്മാരുടെ പോക്കറ്റിലേക്ക് പോലും ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പങ്കെത്തി എന്ന നിർണായകമായ വിവരമാണ് പുറത്തു വന്നത്. എന്തായാലും എം പത്മകുമാറിന്റെ അറസ്റ്റ് ഉടനെ ഉണ്ടാകും. മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം നീളുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. കടകംപള്ളി ദേവസ്വം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ശബരിമല സ്വർണ്ണക്കൊള്ള നടക്കുന്നത്. അപ്പോൾ കടകംപള്ളിയും എം പത്മകുമാറും ഒക്കെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു സ്വർണ്ണക്കൊള്ളയാണ് ശബരിമലയിൽ നടന്നത്. അതിന്റെ ചുക്കാൻ പിടിച്ചത് എൻ വാസു ആയിരുന്നു. എൻ വാസുവിന് പിന്നാലെ മറ്റൊരു ചീട്ട് കൂടി കീറുന്നു. മറ്റൊരു CPM നേതാവിനെ കൂടി അകത്താക്കുന്നു അന്വേഷണ സംഘം. We'll be right back.